എൻക്വയറി പോയിന്റ് 360 ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വൈറ്റമിൻസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ, അതായത് പാർട്ട് 1 വീഡിയോയിൽ വൈറ്റമിൻസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിലെന്താണ് പഠിച്ചത്? വൈറ്റമിൻസിന്റെ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ്. വൈറ്റമിൻസിനെ രണ്ടായിട്ട് തരംതിരിക്കാം: കൊഴുപ്പിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കുന്നവ. അതില് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസിനെ കുറിച്ചാണ് പാർട്ട് 1 നമ്മൾ പഠിച്ചത്. ഈ പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഏതൊക്കെയെന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ആ പാർട്ട് 1 കാണാത്തവര് അത് ഫുള്ളായിട്ട് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാൻ. കാരണം അത് പഠിച്ചാൽ മാത്രമേ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അതില് വേറെ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഏതിനൊക്കെ കുറിച്ചാണ്? വൈറ്റമിൻ എ, ഡി, ഇ, കെ, ഈ 4 വൈറ്റമിൻസിനെ കുറിച്ചുമാണ് അതിൽ പറയുന്നത്. അത്രയും വൈറ്റമിൻസിനാണ് കൊഴുപ്പിൽ ലയിക്കുന്നവയിൽ വരുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ്. ഏതൊക്കെയാണ് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ്? വൈറ്റമിൻ സിയും വൈറ്റമിൻ ബിയില് ബി കോംപ്ലക്സും കൂടെ വരും. ഇത്രയും ആണ് നമുക്ക് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസിൽ വരുന്നത്. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഏതൊക്കെയെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. ആരും മറക്കരുത്, ഫസ്റ്റ് പാർട്ട് കാണാത്തവർ വേഗം പോയി അത് കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും. നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. വൈറ്റമിൻ സിയെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. എന്താണെന്ന് നോക്കാം. വൈറ്റമിൻ സി എന്താണ്? വൈറ്റമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സിയുടെ രാസനാമം എന്താണ്? അസ്കോർബിക് ആസിഡ്. എല്ലാത്തിന്റെ രാസനാമം നല്ല വൃത്തിക്ക് തന്നെ പഠിച്ചു വെക്കണം. ഏതിന്റെങ്കിലും ഒന്ന് ഉറപ്പായിട്ട് എക്സാംസിന് ചോദിക്കുന്നതാണ്. വൈറ്റമിൻ സിയുടെ രാസനാമം എന്താണ്? അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ചൂടാക്കുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും നഷ്ടമാകുന്ന വൈറ്റമിൻ ആണ് ഏത്? വൈറ്റമിൻ സി. ചൂടാക്കുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും നഷ്ടമാകുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വൈറ്റമിൻ സി. അതുപോലെ മൂത്രത്തിലൂടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന വൈറ്റമിനും കൂടിയാണ് വൈറ്റമിൻ സി. മൂത്രത്തിലൂടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി. ചൂടാക്കുമ്പോൾ ഭക്ഷണ പദാർത്ഥത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അതുപോലെ മൂത്രത്തിൽ നിന്നും നഷ്ടമാകുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സിയുടെ രാസനാമം എന്താണ്? അസ്കോർബിക് ആസിഡ്. ഇനി വൈറ്റമിൻ സിയുടെ ധർമ്മങ്ങൾ, പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് വൈറ്റമിൻ സിയുടെ പ്രധാന ധർമ്മങ്ങൾ? രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. അതുപോലെ മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. മുറിവുകൾ വേഗത്തിൽ ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇരുമ്പിന്റെ ആഗിരണം സുഗമമാക്കുന്നു. എന്താണ്? ഇരുമ്പിന്റെ ആഗിരണം സുഗമമാക്കുന്നു. പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കുന്നു, ഇരുമ്പിന്റെ ആഗിരണം സുഗമമാക്കുന്നു. ഇതൊക്കെയാണ് വൈറ്റമിൻ സിയുടെ പ്രധാന ധർമ്മങ്ങൾ. പിന്നെ ആന്റി ഓക്സിഡന്റ് ആയി പ്രവർത്തിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വൈറ്റമിൻ സി ആണ്. ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ മുറിവ് ഉണങ്ങുന്നതിന് സഹായിക്കുന്ന ജീവകം കൂടിയാണ് വൈറ്റമിൻ സി. അതിനെ കൊളാജൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്തെന്നാണ് അറിയപ്പെടുന്നത്? കൊളാജൻ. അതുകൊണ്ട് ഇത് പ്രോട്ടീൻ നിർമ്മാണത്തിനും അത്യാവശ്യമായിട്ടുള്ള ജീവകമാണ്. ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. പിന്നെ എന്താണ്? മുറിവ് ഉണങ്ങുന്നതിന് അത്യാവശ്യമായ അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു ജീവകമാണ് എന്തോന്ന്? വൈറ്റമിൻ സി. അതിനെ കൊളാജൻ എന്ന് ആണ് അറിയപ്പെടുന്നത്. ഇതെന്താണ്? പ്രോട്ടീൻ നിർമ്മാണത്തിനും അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. ഇനി അടുത്ത് വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിലോട്ട് ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് നെല്ലിക്ക. അതുപോലെ നാരങ്ങ വർഗ്ഗങ്ങൾ, തക്കാളി, പേരയ്ക്ക, പച്ചമുളക്, ഇതുപോലത്തെ ഐറ്റംസിലൊക്കെയാണ് കൂടുതലായിട്ടും വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഈ ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക, തക്കാളി, തണ്ണിമത്തൻ, ബ്രൊക്കോളി, അതുപോലെ പേരയ്ക്ക, പച്ചമുളക്, ഇതിലെല്ലാത്തിലും എന്തടങ്ങിയിട്ടുണ്ട്? വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ നോക്കാം. വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? നാരങ്ങ വർഗ്ഗങ്ങളും, തക്കാളി, പേരയ്ക്ക, പച്ചമുളക്, നെല്ലിക്ക. അത് പോയിട്ട് ഏതിലൊക്കെ ഉണ്ട്? തണ്ണിമത്തൻ, ബ്രൊക്കോളി, ഇതിലൊക്കെയും എന്ത് ചെയ്തിട്ടുണ്ട്? വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇനി വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്ത രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്കർവിയാണ് അപര്യാപ്ത രോഗമായിട്ട് വരുന്നത്. എന്താണത്? മോണയിൽ നിന്നും ചോര വരിക, പല്ലുകൾക്ക് ബലക്ഷയം ഉണ്ടാവുക, ഇതാണ് എന്തത്? സ്കർവിയുടെ ലക്ഷണങ്ങൾ.
മോണയിൽ നിന്ന് ചോര വരിക, അതുപോലെ പല്ലുകൾക്ക് ബലക്ഷയം ഉണ്ടാവുക. ഇതാണ് സ്കർവിയുടെ ലക്ഷണങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വൈറ്റമിൻ സിയെ കുറിച്ച് പഠിക്കാനായിട്ട്. പഠിച്ചത് ഒന്നുകൂടെ ഓർക്കാം. എന്താണ് വൈറ്റമിൻ സിയുടെ രാസനാമം? അസ്കോർബിക് ആസിഡ്. ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന വൈറ്റമിൻ ആണ്. അതുപോലെ മൂത്രത്തിലൂടെ നഷ്ടമാകുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. പിന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കുന്നു. അതിനെ പറയുന്ന പേരെന്താണ്? കൊളാജൻ. അതാരും മറന്നു പോകരുത്. പിന്നെ എന്താണ്? ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ പ്രോട്ടീൻ നിർമ്മാണത്തിന് അത്യാവശ്യമായ വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ സി. പിന്നെ വൈറ്റമിൻ സി നമുക്ക് ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? നെല്ലിക്ക, നാരങ്ങ വർഗ്ഗങ്ങൾ, തക്കാളി, പേരയ്ക്ക, പച്ചമുളക്, തണ്ണിമത്തൻ, ബ്രൊക്കോളി, ഇതുപോലത്തെ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും എന്തുണ്ട്? വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വൈറ്റമിൻ സിയുടെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് സ്കർവി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വൈറ്റമിൻ സിയെ കുറിച്ച് പഠിക്കാൻ. ഇനി അടുത്ത് നമുക്ക് വൈറ്റമിൻ ബി1നെ കുറിച്ച് പഠിക്കാം. അപ്പോൾ വൈറ്റമിൻ ബി1ന്റെ രാസനാമം എന്താണ്? തയാമിൻ. എന്താണ് വൈറ്റമിൻ ബി1ന്റെ രാസനാമം? തയാമിൻ. കാർബോഹൈഡ്രേറ്റ് ഉപാപചയ പ്രവർത്തനങ്ങൾക്കും നാഡീവ്യൂഹത്തിന്റെ ശരിയായ പ്രവർത്തനത്തിനും സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി1. അപ്പോൾ വൈറ്റമിൻ ബി1ന്റെ ധർമ്മം, പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ് ഉപാപചയ പ്രവർത്തനങ്ങൾക്കും അതുപോലെ നാഡീവ്യൂഹത്തിന്റെ ശരിയായ പ്രവർത്തനത്തിനും സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി1. അപ്പോൾ പിന്നെ പരീക്ഷയ്ക്കൊക്കെ കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ അരി അമിതമായി കഴുകുമ്പോഴും കഞ്ഞിവെള്ളം കളയുമ്പോഴും നഷ്ടപ്പെടുന്ന വൈറ്റമിൻ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? വൈറ്റമിൻ ബി1 ആണ്. അരി അമിതമായി കഴുകുമ്പോഴും കഞ്ഞിവെള്ളം കളയുമ്പോഴും നഷ്ടമാകുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ബി1. ഇത് കൂടുതലും തവിട് കളഞ്ഞ അരിയിൽ, അതായത് പോളിഷ്ഡ് റൈസിലാണ് ഇതിന്റെ അളവ് വളരെ കുറവായിരിക്കും. അതായത് തവിടില്ലാത്ത അരിയിൽ എന്താണ്? വൈറ്റമിൻ ബി1ന്റെ അളവ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടെ ഓർത്തോ, രാസനാമം എന്താണ്? തയാമിൻ. പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ് ഉപാപചയ പ്രവർത്തനങ്ങൾക്കും നാഡീവ്യൂഹത്തിന്റെ ശരിയായ പ്രവർത്തനത്തിനും സഹായിക്കുന്നു. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്, അരി അമിതമായി കഴുകുമ്പോഴും കഞ്ഞിവെള്ളം കളയുമ്പോഴും നഷ്ടമാകുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ബി1. തവിട് കളഞ്ഞ അരിയിൽ എന്തായിരിക്കും? വൈറ്റമിൻ ബി1 കുറവായിരിക്കും. അപ്പോൾ വൈറ്റമിൻ ബി1ന്റെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ബെറിബെറി. ഈ നാഡികളെയും പേശികളെയും ബാധിക്കുന്ന ഒരു തരം രോഗമാണ് ഈ ബെറിബെറി. വൈറ്റമിൻ ബി1ന്റെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ബെറിബെറി. അതുപോലെ വൈറ്റമിൻ ബി ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അത് ഇവിടെ കൊടുത്തിട്ടില്ല, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തോളണം. പച്ചക്കറികൾ, പയർ, പരിപ്പ്, മുട്ട, കരൾ, പന്നിമാംസം, ഇതിലൊക്കെയാണ് നമ്മുടെ വൈറ്റമിൻ ബി1 അമിതമായിട്ടും അടങ്ങിയിട്ടുള്ളത്. ഏതൊക്കെയാണ്? അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. പച്ചക്കറികൾ, പയർ, പരിപ്പ്, മുട്ട, കരൾ, പന്നിമാംസം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് വൈറ്റമിൻ ബി1നെ കുറിച്ച് പഠിക്കാനായിട്ട് ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് വൈറ്റമിൻ ബി2നെ കുറിച്ച് പഠിക്കാം. എന്താണ് വൈറ്റമിൻ ബി2ന്റെ രാസനാമം? റൈബോഫ്ലേവിൻ. എന്താണ് വൈറ്റമിൻ ബി2ന്റെ രാസനാമം? എന്താണ്? റൈബോഫ്ലേവിൻ. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? അത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വൈറ്റമിൻ ജി അല്ലെങ്കിൽ ജീവകം ജി എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ബി2 ആണ്. അപ്പോൾ വൈറ്റമിൻ ബി2ന്റെ രാസനാമം എന്താണ്? റൈബോഫ്ലേവിൻ. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ബി2. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ പാലിൽ നിന്നും ഈ വൈറ്റമിൻ ബി2 എന്ത് ചെയ്യാറുണ്ട്? നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ പാലിൽ നിന്നും നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ബി2. ത്വക്ക്, വായ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി2. ത്വക്ക്, വായ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി2. ചുവന്ന രക്തകോശങ്ങൾ, ആന്റിബോഡികൾ എന്നിവയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി2. അതാണ് വൈറ്റമിൻ ബി2ന്റെ പ്രധാന ധർമ്മം. വൈറ്റമിൻ ബി2ന്റെ പ്രധാന ധർമ്മം എന്താണ്? ചുവന്ന രക്തകോശങ്ങൾ, ആന്റിബോഡികൾ എന്നിവയുടെ നിർമ്മാണത്തെ സഹായിക്കുന്ന വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ ബി2. ഈസ്റ്റ്, ഫെർമെന്റേഷൻ വഴി ബാക്ടീരിയകൾ എന്നിവയിലൂടെ ലഭിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി2. ഈസ്റ്റും ഫെർമെന്റേഷൻ വഴി ബാക്ടീരിയകൾ എന്നിവയിലൂടെ നമുക്ക് ലഭിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി2. അപ്പോൾ വൈറ്റമിൻ ബി2ന്റെ രാസനാമം എന്താണ്? റൈബോഫ്ലേവിൻ. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ബി2. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ പാലിൽ നിന്ന് നഷ്ടമാകുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ബി2.
വൈറ്റമിൻ B2 പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ത്വക്ക്, വായ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണ്. ചുവന്ന രക്തകോശങ്ങൾ, ആന്റിബോഡികൾ എന്നിവയുടെ നിർമ്മാണത്തെ സഹായിക്കുന്നു. അതുപോലെ ഈസ്റ്റ് ഫെർമെന്റേഷൻ വഴി ബാക്ടീരിയകൾ എന്നിവയിലൂടെ നമുക്ക് ലഭിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B2. ഇനി വൈറ്റമിൻ B2 നമ്മുടെ ശരീരത്തിലോട്ട് ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? ധാന്യങ്ങൾ, മുട്ട, പാൽ, മാംസം, ഇലക്കറികൾ എന്നിവയില് കൂടുതലായിട്ടും വൈറ്റമിൻ B2 അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വൈറ്റമിൻ B2 അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ധാന്യങ്ങൾ, മുട്ട, പാൽ, മാംസം, ഇലക്കറികൾ. ഒന്നുകൂടെ പറയാം. ധാന്യങ്ങൾ, മുട്ട, പാൽ, മാംസം, ഇലക്കറികൾ. ഇനി വൈറ്റമിൻ B2 അപര്യാപ്ത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് നോക്കാം. ഏതാണ്? അറിബോഫ്ലാവിനോസിസ് ആൻഡ് ആംഗുലാർ സ്റ്റോമാറ്റിസ്. എന്തൊക്കെയാണ്? അറിബോഫ്ലാവിനോസിസ് ആൻഡ് ആംഗുലാർ സ്റ്റോമാറ്റിസ്. ഈ നമ്മുടെ ചുണ്ടുകളുടെ കോണുകളിലൊക്കെ ഒരു തരം പൊട്ടൽ അല്ലെങ്കിൽ ഈ വ്രണം പോലെ ഉണ്ടാകുന്ന, വായിലൊക്കെ ഉണ്ടാകുന്ന ഈ പൊള്ളൽ, അതുപോലത്തെ അവസ്ഥയാണ് ഈ അറിബോഫ്ലാവിനോസും ആംഗുലാർ സ്റ്റോമാറ്റിസ്. എന്തൊക്കെയാണ്? അറിബോഫ്ലാവിനോസിസ് ആൻഡ് ആംഗുലാർ സ്റ്റോമാറ്റിസ്. നമ്മുടെ ചുണ്ടുകളുടെ കോണുകളിൽ അല്ലെങ്കിൽ വായിലൊക്കെ ഉണ്ടാകുന്ന ഈ ചെറിയ പുണ്ണ് പോലത്തെ വ്രണം അല്ലെങ്കിൽ ആ പൊട്ടൽ, അതിനെയാണ് എന്ത് പറയുന്നത്? ഈ അറിബോഫ്ലാവിനോസിസ് അല്ലെങ്കിൽ ആംഗുലാർ സ്റ്റോമാറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വൈറ്റമിൻ B2 കുറിച്ച് പഠിക്കാനുള്ളത്. ഇതെല്ലാം ഇനി കുറച്ച് ബി കോംപ്ലക്സ് എല്ലാം കുറച്ച് വീതേ പഠിക്കാവുള്ളൂ. ആ പ്രധാനപ്പെട്ട പോയിന്റ് മാത്രം ഒന്ന് നോട്ട് ചെയ്ത്, എല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രധാനപ്പെട്ടതാണ്, അത് മാത്രം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അടുത്ത് നമുക്ക് വൈറ്റമിൻ B3 കുറിച്ച് പഠിക്കാം. വൈറ്റമിൻ B3 രാസനാമം എന്താണ്? നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് വൈറ്റമിൻ B3 രാസനാമം? നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. ഉപാപചയ പ്രവർത്തനത്തിനും ലൈംഗിക ഹോർമോണുകളുടെ ഉൽപാദനത്തിനും ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ B3. അപ്പോൾ വൈറ്റമിൻ B3 ഒരു പ്രധാന ധർമ്മമാണ് ഉപാപചയ പ്രവർത്തനങ്ങൾക്കും ലൈംഗിക ഹോർമോണുകളുടെ ഉൽപാദനത്തിനും ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ B3. അതുപോലെ ഓർമ്മശക്തി നിലനിർത്താനും മികച്ച രക്തചംക്രമണത്തിനും സഹായിക്കുന്ന വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ B3. നമ്മുടെ ഓർമ്മശക്തിയൊക്കെ നിലനിർത്താനും മികച്ച രക്തചംക്രമണത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ B3. RBCയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? അതും വൈറ്റമിൻ B3 ആണ്. അപ്പോൾ RBCയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B3. അപ്പോൾ ഒന്നുകൂടെ പറയാം. എന്താണ് വൈറ്റമിൻ B3 രാസനാമം? നിയാസിൻ. പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഉപാപചയ പ്രവർത്തനത്തിനും ലൈംഗിക ഹോർമോണുകളുടെ ഉൽപാദനത്തിനും ആവശ്യമായ വൈറ്റമിൻ ആണ്. ഓർമ്മശക്തി നിലനിർത്താനും മികച്ച രക്തചംക്രമണത്തിനും സഹായിക്കുന്ന വൈറ്റമിൻ ആണ്. RBCയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ആണ്. ഇനി അടുത്ത് നമുക്ക് വൈറ്റമിൻ B3 ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? മത്സ്യം, ധാന്യങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ. ഇതിലൊക്കെയാണ് കൂടുതലായിട്ടും വൈറ്റമിൻ B3 അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ വൈറ്റമിൻ B3 അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? മത്സ്യം, ധാന്യങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ. വൈറ്റമിൻ B3 അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് പെല്ലാഗ്ര. ഏതാണ്? പെല്ലാഗ്ര. 3D ഡിസീസ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ B3 അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് എന്തോന്ന്? പെല്ലാഗ്ര. അതിന് എന്ത് പേരിൽ അറിയപ്പെടുന്നു? 3D ഡിസീസ് എന്ന് അറിയപ്പെടുന്നു. ഈ ശരീരത്തില് പ്രകാശം ഏൽക്കുമ്പോൾ ത്വക്ക് ഭാഗത്ത് പരുക്കനാവുന്ന ഒരു അവസ്ഥയാണ് ഈ പെല്ലാഗ്ര. എന്താണ്? നമ്മുടെ ത്വക്കില് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ പരുക്കനാവുന്ന ഒരു അവസ്ഥയാണ് പെല്ലാഗ്ര എന്ന് പറയുന്ന രോഗം. അടുത്ത് ഡെർമറ്റൈറ്റിസ്, അതായത് ചർമ്മരോഗം. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ചർമ്മം കറുത്തു പൊട്ടുന്നു, ചൊറിച്ചിലും വേദനയും, കഴുത്തിന് ചുറ്റും വരുന്ന പാടുകൾ, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. അപ്പോൾ അടുത്ത രോഗം ഏതാണ്? ഒന്നാമത്തെ നമ്മൾ പെല്ലാഗ്ര എന്ന് പഠിച്ചു. രണ്ടാമത്തേത് ഏതാണ്? ചർമ്മരോഗം. ഇത് മിക്കവർക്കും ഉണ്ടാകുന്ന അവസ്ഥകളാണ്. ഈ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ചില്, അതുപോലെ തന്നെ ശരീരത്തിന്റെ കഴുത്തിന് ചുറ്റും വരുന്ന കറുപ്പ്, പിന്നെ എന്താണ്? കറുത്ത് പൊട്ടുന്നത്, ഇതൊക്കെയാണ് ചർമ്മരോഗങ്ങളുടെ ലക്ഷണങ്ങൾ. അടുത്ത് ഡയറിയ അല്ലെങ്കിൽ അതിസാരം, കടുത്ത വയറിളക്കം, ദഹന പ്രശ്നങ്ങൾ, വിട്ടുമാറാത്ത ഛർദി, ഇതാണ് ഇതിന്റെ എന്തോന്ന്? ലക്ഷണങ്ങൾ. ഇതെല്ലാം വൈറ്റമിൻ B3 അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അടുത്ത് ഡെമൻഷ്യ, മാനസിക മാറ്റങ്ങൾ, നമുക്ക് ഓർമ്മക്കുറവ്, കടുത്ത ആശയക്കുഴപ്പം, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ.
അപ്പോൾ വൈറ്റമിൻ B3യുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? പെല്ലാഗ്ര, ഡെർമറ്റിറ്റിസ്, ഡയറിയ ആൻഡ് ഡെമൻഷ്യ. അപ്പോൾ അത്രയാണ് നമുക്ക് വൈറ്റമിൻ B3യെ കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നത്. ഇനി അടുത്ത് നമുക്ക് വൈറ്റമിൻ B5നെ കുറിച്ച് പഠിക്കാം. വൈറ്റമിൻ B5 എന്താണ്? വൈറ്റമിൻ B5ന്റെ രാസനാമം പെന്റാതെനിക് ആസിഡ്. എന്താണ്? പെന്റാതെനിക് ആസിഡ്. വൈറ്റമിൻ B5യുടെ രാസനാമം എന്താണ്? പെന്റാതെനിക് ആസിഡ്. അതുപോലെ ആന്റി സ്ട്രെസ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B5. ആന്റി സ്ട്രെസ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B5. വിവിധ ഹോർമോണുകളുടെ ഉൽപാദനം, ഹീമോഗ്ലോബിന്റെ ഉൽപാദനം എന്നിവയെ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B5. ഏതൊക്കെയാണ്? വൈറ്റമിൻ B5ന്റെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? വിവിധ ഹോർമോണുകളുടെ ഉൽപാദനം, ഹീമോഗ്ലോബിന്റെ ഉൽപാദനം എന്നിവയെ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B5. ഒരിക്കൽ കൂടെ നോക്കാം. വൈറ്റമിൻ B5ന്റെ രാസനാമം എന്താണ്? പെന്റാതെനിക് ആസിഡ്. അത് ഓർത്ത് വെക്കാൻ എളുപ്പമുണ്ട്. B5 നമ്മൾ എന്ന് നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ B5 പെന്റാതെനിക് ആസിഡ് അത് നമുക്ക് ഓർത്ത് വെക്കാൻ ഒരു എളുപ്പമുള്ള മാർഗമാണ്. എല്ലാവരും അത് ഓർത്ത് വെച്ചു. അപ്പൊ രാസനാമം എന്താണ്? പെന്റാതെനിക് ആസിഡ്. അതിന്റെ ആന്റി സ്ട്രെസ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B5. എന്താണ് പ്രധാന ധർമ്മങ്ങള്? വിവിധ ഹോർമോണുകളുടെ ഉൽപാദനത്തിനും ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിനും സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B5. ഇനി വൈറ്റമിൻ B5 അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മുട്ട, പാൽ, കരൾ, ഈസ്റ്റ്, കൂണുകൾ, പയർവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, മാംസം എന്നിവയിലൊക്കെയാണ് കൂടുതലായിട്ടും വൈറ്റമിൻ B5 അടങ്ങിയിട്ടുള്ളത്. ഏതൊക്കെയാണ്? മുട്ട, പാൽ, കരൾ, ഈസ്റ്റ്, കൂണുകൾ, പയർവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, മാംസം ഇവയിലൊക്കെയാണ് വൈറ്റമിൻ B5 കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ളത്. വൈറ്റമിൻ B5ന്റെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ബാനിങ് ഫീറ്റ് സിൻഡ്രോം. അതായത് ഉള്ളംകാലിൽ കടുത്ത പുകച്ചിൽ, കടുത്ത വേദന, ഒരു മരവിപ്പ് പോലെയുള്ള അവസ്ഥയാണ് എന്തോന്ന്? ബാനിങ് ഫീറ്റ് സിൻഡ്രോം. അപ്പോൾ ഇത്രയാണ് വൈറ്റമിൻ B5നെ കുറിച്ച് പഠിക്കാനായിട്ട് ഉള്ളത്. അടുത്ത് വൈറ്റമിൻ B6. വൈറ്റമിൻ B6ന്റെ രാസനാമം എന്താണ്? പിരിഡോക്സിൻ. എന്താണ് വൈറ്റമിൻ B6ന്റെ രാസനാമം? പിരിഡോക്സിൻ. സ്ത്രീകളില് ഹോർമോൺ സന്തുലിത അവസ്ഥയെ നിലനിർത്താൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B6. സ്ത്രീകളിലെ ഹോർമോൺ സന്തുലിത അവസ്ഥയെ നിലനിർത്താൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B6. അതുപോലെ മനുഷ്യന്റെ മാനസിക അവസ്ഥ, പെരുമാറ്റം എന്നിവയെ സ്വാധീനിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B6. എന്താണ്? സ്ത്രീകളുടെ ഹോർമോൺ സന്തുലിത അവസ്ഥയിൽ നിലനിർത്താൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B6. അതുപോലെ മനുഷ്യന്റെ മാനസിക അവസ്ഥ, അതായത് മൂഡ് സ്വിങ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ മനുഷ്യന്റെ മൂഡ്, അതും പെരുമാറ്റം എന്നിവയെ സ്വാധീനിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B6. വൈറ്റമിൻ B6ന്റെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? അനീമിയ. അനീമിയ എല്ലാവർക്കും അറിയാം, വിളർച്ച. ഈ മുഖത്തും ചുണ്ടിലൊക്കെ പാട് പോലെ വരുന്നതാണ് അതിന്റെ ലക്ഷണം. പെരിഫറൽ ന്യൂറോപ്പതി, കൈകാലുകളിലെ നരമ്പിന്റെ വേദന, ഒരു തരിപ്പ്, അതാണ് പെരിഫറൽ ന്യൂറോപ്പതിയുടെ ലക്ഷണം. അപ്പോൾ വൈറ്റമിൻ B6ന്റെ രാസനാമം എന്താണ്? പിരിഡോക്സിൻ. സ്ത്രീകളുടെ ഹോർമോൺ സന്തുലിത അവസ്ഥയെ നിലനിർത്താൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ്. മനുഷ്യന്റെ മാനസിക അവസ്ഥ, പെരുമാറ്റം എന്നിവയെ സ്വാധീനിക്കുന്ന വൈറ്റമിൻ ആണ്. അപര്യാപ്ത രോഗം അനീമിയ, പെരിഫറൽ ന്യൂറോപ്പതി. ഇതിനും ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്, അതിവിടെ കൊടുത്തിട്ടില്ല, അതും കൂടി എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളണം. ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് വൈറ്റമിൻ B6 അടങ്ങിയിട്ടുള്ളത്? പച്ചക്കറികൾ, മാംസം, ധാന്യങ്ങൾ, വാഴപ്പഴം, ഗോതമ്പ് എന്നിവയിലൊക്കെയാണ് കൂടുതലായിട്ടും വൈറ്റമിൻ B6 അടങ്ങിയിട്ടുള്ളത്. ഒരിക്കൽ കൂടെ പറയാം. പച്ചക്കറികൾ, മാംസം, ധാന്യങ്ങൾ, വാഴപ്പഴം, ഗോതമ്പ്. ഇത്രയേ ഉള്ളൂ വൈറ്റമിൻ B6നെ കുറിച്ച് പഠിക്കാൻ. അടുത്ത് നമ്മൾ വൈറ്റമിൻ B7നെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താണ് വൈറ്റമിൻ B7ന്റെ രാസനാമം? ബയോട്ടിൻ. എന്താണ്? ബയോട്ടിൻ. വൈറ്റമിൻ B7ന്റെ രാസനാമം എന്താണ്? ബയോട്ടിൻ. ജീവകം H എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B7. ജീവകം H എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B7. അതുപോലെ ജീവകം G നമ്മൾ നേരത്തെ പഠിച്ചു, അതെല്ലാവർക്കും ഓർമ്മ വേണം. ഇത് രണ്ടും, ജീവകം Gയും ജീവകം Hഉം തമ്മിൽ മാറിപ്പോകരുത്.
കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, മാംസ്യം എന്നിവയുടെ കൃത്യമായ ഉപാപചയ പ്രവർത്തനത്തിന് ഉപാപചയത്തിന് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ B7. കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, മാംസ്യം എന്നിവയുടെ കൃത്യമായ ഉപാപചയത്തിന് ആവശ്യമായ വൈറ്റമിനാണ് ഏത്? വൈറ്റമിൻ B7. നഖം, മുടി, ചർമ്മം എന്നിവയുടെ വളർച്ചയ്ക്കും സൗന്ദര്യത്തിനും ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ B7. നഖം, മുടി, ചർമ്മം എന്നിവയുടെ വളർച്ചയ്ക്കും സൗന്ദര്യത്തിനും ആവശ്യമായ വൈറ്റമിനാണ് ഏത്? വൈറ്റമിൻ B7. പിന്നെ എലീസ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ഒരു വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ B7. എലീസ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B7. എലീസ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വൈറ്റമിൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അതെല്ലാവരും നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. അതായത് അടുത്ത് വൈറ്റമിൻ B7 അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? മുടി കൊഴിച്ചിൽ, നാവ് വീക്കം, വായിലെ വ്രണം. ഇതൊക്കെയാണ് വൈറ്റമിൻ B7 അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. ഇത്രയാണ് വൈറ്റമിൻ B7 കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. ഒരിക്കൽ കൂടെ പറയാം. രാസനാമം ബയോട്ടിൻ, ജീവകം H എന്നറിയപ്പെടുന്നു. കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, മാംസ്യം എന്നിവയുടെ കൃത്യമായ ഉപാപചയത്തിന് ആവശ്യമായ വൈറ്റമിനാണ്. പിന്നെ നഖം, മുടി, ചർമ്മം എന്നിവയുടെ വളർച്ചയ്ക്കും സൗന്ദര്യത്തിനും ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ്. എലീസ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B7. മുടി കൊഴിച്ചിൽ, നാവ് വീക്കം, വായിലെ വ്രണം ഇതൊക്കെയാണ് വൈറ്റമിൻ B7 അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് വൈറ്റമിൻ B9. വൈറ്റമിൻ B9 രാസനാമം എന്താണ്? ഫോളിക് ആസിഡ്. എന്താണ് വൈറ്റമിൻ B9 രാസനാമം? ഫോളിക് ആസിഡ്. ശരീരത്തിലെ കരളിൽ സംഭരിച്ചു വെക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B9. ശരീരത്തിലെ കരളിൽ സംഭരിച്ചു വെക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B9. ന്യൂക്ലിക് ആസിഡ്, ചുവന്ന രക്താണുക്കൾ അതായത് RBC, ഹീമോഗ്ലോബിൻ എന്നിവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B9. ന്യൂക്ലിക് ആസിഡ്, ചുവന്ന രക്താണുക്കൾ, ഹീമോഗ്ലോബിൻ എന്നിവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B9. ശരിയായ ദഹന പ്രക്രിയയെ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B9 ആണ്. ശരിയായ ദഹന പ്രക്രിയയെ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B9. മനുഷ്യന്റെ മാനസികവും വൈകാരികവുമായ ആരോഗ്യ പരിപാലനത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B9 ആണ്. അപ്പോൾ വൈറ്റമിൻ B9 അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് അനീമിയ. ഏതാണ്? അനീമിയ. അനീമിയയുടെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാം. എന്താണ്? ഈ ചുണ്ട്, നാവ്, അതുപോലെ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ഈ ചെറിയ ചെറിയ പാടുകൾ, പിന്നെ അമിതമായ ക്ഷീണം, തലചുറ്റൽ, ശ്വാസമുട്ടൽ ഇതൊക്കെയാണ് അനീമിയയുടെ ലക്ഷണങ്ങൾ. അതാണ് വൈറ്റമിൻ B9 അപര്യാപ്ത രോഗം. ഇനി വൈറ്റമിൻ B9 അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതെല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ. പച്ചക്കറികൾ, ധാന്യങ്ങൾ, കരൾ എന്നിവയിലൊക്കെയാണ് കൂടുതലായിട്ടും വൈറ്റമിൻ B9 അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ വൈറ്റമിൻ B9 രാസനാമം എന്താണ്? ഫോളിക് ആസിഡ്. ശരീരത്തിൽ കരളിൽ സംഭരിച്ചു വെക്കുന്നു. ന്യൂക്ലിക് ആസിഡ്, ചുവന്ന രക്താണുക്കൾ, ഹീമോഗ്ലോബിൻ എന്നിവയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. ശരിയായ ദഹന പ്രക്രിയയെ സഹായിക്കുന്നു. മനുഷ്യന്റെ മാനസികവും വൈകാരികവുമായ ആരോഗ്യ പരിപാലനത്തിനും സഹായിക്കുന്നു. അതുപോലെ അപര്യാപ്ത രോഗം ഏതാണ്? അനീമിയ. ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? പച്ചക്കറികൾ, ധാന്യങ്ങൾ, കരൾ. ഇത്രയാണ് വൈറ്റമിൻ B9 കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. അടുത്ത് നമുക്ക് വൈറ്റമിൻ B12 കുറിച്ച് പഠിക്കാം. ബി കോംപ്ലക്സിലെ ഏറ്റവും അവസാനത്തെ വൈറ്റമിൻ ആണ്. നമുക്ക് വൈറ്റമിൻസിനെ കുറിച്ച് പഠിക്കാനുള്ളതിൽ തന്നെ ഏറ്റവും അവസാനത്തെ വൈറ്റമിൻ ആണ് വൈറ്റമിൻ B12. എന്താണ് രാസനാമം? വൈറ്റമിൻ B12 രാസനാമം എന്താണ്? സയാനോകൊബാളമിൻ. എന്താണ്? സയാനോകൊബാളമിൻ. അടങ്ങിയ മൂലകം ഏതാണ്? ഇതിൽ അടങ്ങിയിട്ടുള്ള മൂലകം ഏതാണ്? കൊബാൾട്ട്. കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ B12. അതുപോലെ എക്സാമിന് കുറെ പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ. മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B12 ആണ്. അപ്പോൾ മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B12. മനുഷ്യന്റെ വൻകുടലിൽ വെച്ച് നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? B12 ആണ്. മനുഷ്യന്റെ വൻകുടലിൽ വെച്ച് നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B12 ആണ്. ചുവന്ന രക്താണുക്കളുടെ കൃത്യമായ നിർമ്മാണത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ B12.
എനർജി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? വൈറ്റമിൻ B12 ആണ്. അപ്പൊ വൈറ്റമിൻ B12 എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? എനർജി വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നു. ഒന്നുകൂടെ നോക്കാം. സയാനോ കൊബാളമിൻ എന്നാണ് വൈറ്റമിൻ B12 രാസനാമം. കൊബാൾട്ട് ആണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അടങ്ങിയ മൂലകം ഏതാണ്? കൊബാൾട്ട്. മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ആണ്. മനുഷ്യന്റെ വൻകുടലിൽ വെച്ച് നിർമ്മിക്കുന്ന വൈറ്റമിൻ ആണ്. ചുവന്ന രക്താണുക്കളുടെ കൃത്യമായ നിർമ്മാണത്തിന് ആവശ്യമായ വൈറ്റമിൻ, എനർജി വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ B12 ആണ്. ഇനി സസ്യഭക്ഷണങ്ങളിൽ ഒട്ടും അടങ്ങിയിട്ടില്ലാത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ B12. അതായത് വൈറ്റമിൻ B12 സസ്യഭക്ഷണങ്ങളിലൊന്നും അടങ്ങിയിട്ടില്ല. പിന്നെ ഏതൊക്കെ ഭക്ഷണങ്ങളിലാണ് വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ളത്? മുട്ട, പാൽ, കരൾ, മാംസം, കൊഞ്ച്, കക്ക, ഞണ്ട് എന്നീ ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ളത്. ഏതൊക്കെയാണ്? മുട്ട, പാൽ, കരൾ, മാംസം, കൊഞ്ച്, കക്ക, ഞണ്ട് എന്നീ ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ളത്. സസ്യഭക്ഷണങ്ങളിലൊന്നും തന്നെ വൈറ്റമിൻ B12 അടങ്ങിയിട്ടില്ല. വൈറ്റമിൻ B12 അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് പെർനീഷ്യസ് അനീമിയ. എന്താണ് പെർനീഷ്യസ് അനീമിയ? പെർനീഷ്യസ് അനീമിയയുടെ ലക്ഷണങ്ങള് ക്ഷീണം, മുഖത്തൊക്കെ ഉണ്ടാകുന്ന വിളർച്ച, ശ്വാസമുട്ടല്, ഹൃദയമിടിപ്പ് കൂടുക, ഇതൊക്കെയാണ് പെർനീഷ്യസ് അനീമിയയുടെ ലക്ഷണങ്ങൾ. അപ്പോൾ ഇത്രയാണ് നമുക്ക് വൈറ്റമിൻ B12 കുറിച്ച് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ പാർട്ട് 2 വീഡിയോയും കഴിയുകയാണ്. ഇതോടെ ഇത്രയും പഠിച്ച നിങ്ങൾ വൈറ്റമിൻസിനെ കുറിച്ച് എല്ലാം പഠിച്ചു എന്നതായി. ഇത്രയേ ഉള്ളൂ വൈറ്റമിൻസിനെ കുറിച്ച് പഠിക്കാനായിട്ട്. പാർട്ട് 1 പാർട്ട് 2 കൂടെ ആയിട്ടാണ് നമ്മൾ വൈറ്റമിൻസിനെ കുറിച്ച് പഠിപ്പിച്ചത്. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ എന്ത് ചെയ്യുക? റിപ്പീറ്റ് അടിച്ച് കാണുക. വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നോട്ട് എല്ലാവരും എഴുതി എടുത്തു വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഇട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുകയും അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.